ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും ലവ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. സ്നാക്സ് ആയും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ കണ്ണൂറുകാരുടെ ഉണ്ടപ്പുട്ട് തയ്യാറാക്കിയാലോ. ഫില്ലിങ് വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഉണ്ടപ്പുട്ട്. ബീഫായോ ചിക്കനായോ ചെമ്മീന് ഇളമ്പക്ക കല്ലുമ്മക്കായ ഏത് വെച്ചിട്ടും ഉണ്ടാക്കാം. ആയിട്ട് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ മസാലയാണ് തയ്യാറാക്കുന്നത്. കടായിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് 2 സവാള ചെറുതായി അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തക്കാളി പൊടിയായി അരിഞ്ഞതും 6 പച്ചമുളക് പൊടിയായി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. അടി വരുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയതും 1 സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും 1 ടീസ്പൂൺ വലിയ ജീരകവും 1.5 കപ്പോളം വെള്ളവും ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഗ്രാം ചിക്കന് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. അരിമാവ് തയ്യാറാക്കണം. ഇതിനായി ഒരു വലിയ ബൗളിലേക്ക് 2.5 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഇതിലേക്ക് ക്രഷ് ചെയ്ത് അരച്ച് മാറ്റി വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ 2 കപ്പ് കൂടി വെള്ളം ചേർത്ത് ഇതുപോലെ മാവ് തയ്യാറാക്കിയെടുക്കാം. നന്നായി എണ്ണ പുരട്ടി വെക്കണം. എന്നിട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള മാവ് എടുത്ത് ജസ്റ്റ് ഒന്ന് കൈവെള്ളയിൽ തന്നെ പരത്തി 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ഒരു 15-12 ബോൾസാക്കി എടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 15 വരെ ആക്കിയെടുക്കാം. 2 കപ്പ് ചിരവിയ തേങ്ങ ഒരു പാത്രത്തിലോട്ട് ഇതുപോലെ ഇട്ടുകൊടുത്ത് ബോൾസ് ഓരോന്നും തേങ്ങ ചിരവിയതിൽ പൊതിഞ്ഞെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. ശേഷം ഒരു സ്റ്റീമറിൽ വെച്ച് ഒരു 10 മിനിറ്റോ 12-15 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. അവരും ഈ റെസിപ്പി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രക്ക് നല്ല ടേസ്റ്റാണ്. സ്നാക്സ് ആയിട്ട് മാത്രമല്ല, രാത്രിയത്തെ ഡിന്നറിന് ഇത് മാത്രം കഴിച്ചാൽ മതി, വേറൊന്നും ആക്കേണ്ടി വരില്ല. അത്രക്ക് നല്ല ടേസ്റ്റുമാണ്. ചെയ്യാത്തത് കാരണം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ സ്റ്റീം ചെയ്തെടുത്ത ഒരു നല്ല ടേസ്റ്റുള്ള സ്നാക്കാണിത്.